പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവമാണ് നമ്മെ ഉണർത്തിയത്, ദൈവമാണ് നമ്മെ കഴിഞ്ഞ ദിവസം പരിപാലിച്ചത്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തിയോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. ഇതാണ് നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്ന വചനം പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വചനം. The book of Exodus, chapter 15, verse 2. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്: കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. ഇതൊരു ഏറ്റുപറച്ചിലാണ്. കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റുപറച്ചിലാണ്. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. The Lord is my strength and my defense. He has become my salvation. The Lord is my strength and my defense. He has become my salvation. ദൈവമാണ് നമ്മുടെ രക്ഷകൻ, ദൈവമാണ് നമ്മുടെ സർവവും എന്നേറ്റു പറയുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ആയിരിക്കുവാനാണ് നമ്മെ ദൈവം വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക. ബാക്കി ദൈവം നോക്കിക്കോളൂ. ആമേൻ.